ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ദക്ഷിണേന്ത്യൻ ആകാശത്ത് ഒരു കറുത്ത രൂപം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇതുവരെ ആരും കാണാത്ത ഒരു ഉപകരണം ആ ഒരു രൂപത്തിന് മുകളിൽ കണ്ടതോടെ പ്രതിരോധ വിദഗ്ധർ പോലും ഞെട്ടിയിരിക്കുകയാണ്. മലനിരകൾക്ക് പിന്നിൽ ഒളിച്ചിരുന്നു കൊണ്ട് എല്ലാം കാണാൻ കഴിയുന്ന ഒരു മാന്ത്രിക കണ്ണ് ഇപ്പോൾ നമ്മുടെ അയൽ രാജ്യം സ്വന്തമാക്കിയിരിക്കുകയാണോ? എന്താണ് കഴിഞ്ഞ ദിവസം രഹസ്യമായി പുറത്തിറങ്ങിയ ആ ഒരു വലിയ മാറ്റം? ഇന്ത്യയുടെ കരുത്തിന് വലിയ വെല്ലുവിളിയാണോ ഇപ്പോൾ പുറത്തു വരുന്ന ഈ ഒരു വാർത്ത? ആകാശത്തെ ശക്തി സന്തുലിതാവസ്ഥ മാറ്റാൻ പോകുന്ന ആ ചൈനീസ് നിർമ്മിത വാഹനം, അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം എന്താണ്? സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ദക്ഷിണേന്ത്യൻ ആകാശത്തെ പുതിയ നീക്കങ്ങളെ കുറിച്ചുള്ള വലിയ പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ആഴത്തിൽ തന്നെ പരിശോധിക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ഒരു ഹെലികോപ്റ്ററിനെ കുറിച്ചുള്ള വാർത്തയാണ് പറയാനുള്ളത്. വളച്ചു കെട്ടുന്നില്ല, നേരെ വാർത്തയിലേക്ക് പോകാം. ഒരു ഹെലികോപ്റ്ററിന് മുകളിലായി ഒരു ചെറിയ ഗോളം പോലൊരു ഭാഗം, ഇതാണ് ഇതിലെ പ്രധാന മാറ്റം. ഇതിനെ നമ്മൾ മില്ലിമീറ്റർ വേവ് റഡാർ എന്ന് വിളിക്കും. ഇതുവരെ പാകിസ്ഥാന്റെ പക്കൽ ഇങ്ങനൊരു സംവിധാനമില്ലായിരുന്നു. ഏകദേശം 20 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ ചലനങ്ങളും കൃത്യമായി മനസ്സിലാക്കാൻ ഈ റഡാറിന് സാധിക്കുമെന്നതാണ്. മഞ്ഞ്, പുക, പൊടിപടലങ്ങൾ എന്നിവയെല്ലാം ഭേദിച്ച് കാഴ്ചകൾ കാണാൻ ഇത് സഹായിക്കും. മലനിരകൾക്ക് പിന്നിൽ ഒളിച്ചിരുന്നു കൊണ്ട് തന്നെ പുറത്തുള്ള നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ഈ ഹെലികോപ്റ്ററിന് സാധിക്കുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. അയൽക്കാർ ഇപ്പോൾ സ്വന്തമാക്കിയ ഈ വിദ്യ ഇന്ത്യ വർഷങ്ങൾക്ക് മുൻപേ പയറ്റി തെളിഞ്ഞത് തന്നെയാണ്. ലോകത്തെ ഏറ്റവും കരുത്തനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ അപ്പാച്ചെ ഹെലികോപ്റ്ററുകളിൽ ഇതിനേക്കാൾ മികച്ച ലോങ് ബോ റഡാറുകൾ പണ്ട് മുതൽക്കേ ഉണ്ടെന്നതാണ്. മാത്രമല്ല, ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഹെലികോപ്റ്ററുകൾക്ക് ലോകത്തൊരിടത്തുമില്ലാത്ത ഒരു വലിയ കഴിവുമുണ്ട്. അതീവ ഉയരമുള്ള മലനിരകളിൽ പോലും ലാൻഡ് ചെയ്യാനും പ്രവർത്തിക്കാനും അവയ്ക്ക് സാധിക്കുമെന്ന വലിയ കഴിവ്. അതിനാൽ അയൽക്കാരുടെ പുതിയ മാറ്റം ഗൗരവകരമാണെങ്കിലും സാങ്കേതികമായും അനുഭവ സമ്പത്തിലും ഇന്ത്യ ഇപ്പോഴും ബഹുദൂരം മുന്നിൽ തന്നെയാണ്. ഈ മാറ്റത്തിന് പിന്നിൽ മറ്റൊരു പ്രധാന കാര്യമുണ്ട്. പാകിസ്ഥാൻ ഇപ്പോൾ പൂർണ്ണമായും ചൈനയെയാണ് ആശ്രയിക്കുന്നത്. ഏകദേശം 82% ഉപകരണങ്ങളും അവർ ചൈനയിൽ നിന്നാണ് വാങ്ങുന്നത്. മുൻപ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ചിരുന്ന കരാറുകൾ സാങ്കേതിക കാരണങ്ങളാൽ റദ്ദായതായാണ് ചൈനീസ് സാങ്കേതിക വിദ്യകൾ പാകിസ്ഥാനിലെത്താൻ കാരണമായത്. ഇതിലൂടെ ചൈന അവരുടെ പുതിയ പരീക്ഷണങ്ങൾ നടത്താനുള്ള ഒരിടമായി ഈ മേഖലയെ കാണുന്നുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്കൊരു സംശയം വരാം, ഇന്ത്യ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നത്. ഇന്ത്യ ഇതിനകം തന്നെ തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. കൂടുതൽ അത്യാധുനിക ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നതും നമ്മുടെ സ്വന്തം സാങ്കേതിക വിദ്യകൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതും ഇതിന്റെ ഭാഗമായി നടക്കുകയാണ്. ആകാശത്തെ സുരക്ഷ ഉറപ്പാക്കാൻ കരയിലും ആകാശത്തുമുള്ള നീക്കങ്ങൾ ഏകോപിപ്പിക്കാൻ ഇന്ത്യ പുതിയ മാർഗങ്ങൾ നടപ്പിലാക്കി വരികയാണെന്ന വലിയ വാർത്തയും പുറത്തേക്ക് വരുന്നുണ്ട്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ പാകിസ്ഥാന്റെ വിമാനങ്ങളിൽ വന്ന ഈ റഡാർ സംവിധാനം മേഖലയിൽ ഒരു പുതിയ മത്സരത്തിന് തന്നെയാണ് വഴി തുറന്നിരിക്കുന്നത്. എങ്കിലും നമ്മുടെ ആകാശ സീമകൾ സംരക്ഷിക്കാൻ വേണ്ടുന്ന എല്ലാ മുൻകരുതലുകളും കരുത്തും നമ്മുടെ രാജ്യത്തിനുണ്ട്. ഈ പുതിയ മാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായി കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.